ആരംഭിക്കാം. ഈ വർഷത്തിൻ്റെ അവസാനത്തെ ചില മാസങ്ങളിലേക്കാണ് നാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ 3 ക്വാർട്ടർ നമ്മളെ വിട്ടുപോയി. ഈ വർഷത്തിൻ്റെ അവസാനത്തെ ക്വാർട്ടറിലാണ് നാം ആയിരിക്കുന്നത്. കർത്താവ് ഇപ്പോഴും ജയോത്സവമായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. കർത്താവിൻ്റെ മാർഗോട് നമ്മെ ചേർത്ത് ദൈവകൃപയിൽ നമ്മൾ ജീവിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നാം ജീവിക്കുവാൻ കർത്താവ് ഇപ്പോഴും നമ്മെ സഹായിച്ചു. ഇന്ന് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുന്നതിനും കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതിനും ദൈവം ഒരവസരം നമുക്ക് നൽകിയല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവം ചെയ്ത നന്മകളെ എന്നെ തീർത്താൻ തീരാത്ത നന്മകൾ ദൈവം നൽകിയല്ലോ. അവന്റെ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഇന്ന് ഞങ്ങൾ വീണ്ടും തിരുസന്നിധിയിൽ കടന്നു വരുന്നു. അവിടുത്തെ തിരുസാന്നിധ്യത്തിനായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ നാമത്തിൽ 2-3 പേർ കടന്നു വരുമ്പോൾ അവരുടെ മധ്യത്തിൽ ദൈവിക സാന്നിധ്യം കടന്നു വരും എന്നുള്ള തിരുവാക്യത്വം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞങ്ങൾക്ക് ഈ കോണിയിൽ ഒരു ദൈവസഭ ആരംഭിക്കുവാൻ കർത്താവ് അതിനുള്ള അവസരങ്ങളെ ഒരുക്കി, ദൈവ വ്യക്തികളെ കൂട്ടിവരുത്തി. അവിടുത്തെ ഹിതപ്രകാരം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുവാൻ ദൈവമുഖാന്തരങ്ങളെ ഒരുക്കി, അതിന് വേണ്ടുന്ന സകല സാഹചര്യങ്ങളെയും ഒരുക്കി ഇത്രത്തോളം അതിന്റെ പ്രവർത്തനത്തിൽ മുൻപോട്ട് പോകുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവ്, മാനുഷികമായ പല കാര്യങ്ങളും ഞങ്ങളുടെ മധ്യത്തിൽ ഇനിയും സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അനേക വ്യക്തികൾ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. കർത്താവ്, ഈ പ്രദേശത്ത് ഞങ്ങൾ ദൈവത്തിന്റെ സുവിശേഷം, കർത്താവിന്റെ സുവിശേഷം, സത്യവചനം അനേകരോട് സംസാരിക്കുവാൻ, അനേകരെ ദൈവകൃപയിലേക്ക് കൂട്ടിവരുന്ന ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെ അതിനു വേണ്ടുന്ന പ്രാപ്തി നൽകണമേ. ഞങ്ങളുടെ മധ്യത്തിൽ അനേകം കടന്നു വരുവാൻ ദൈവം പ്രവർത്തിക്കണമേ. ഈ പ്രദേശത്തുള്ള കർത്താവെ, അനേക വിശ്വാസ കുടുംബങ്ങൾ ഈ സഭയോട് ചേരുവാൻ, ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് ഞങ്ങൾ വിശ്വാസത്തിൽ ബലപ്പെടുവാനും ശക്തി പ്രാപിക്കുവാനും കർത്താവ് മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അവിടുത്തെ കൃപയിൽ കർത്താവെ, ഈ സഭയിൽ ഈ ഒരു അഡൽട്ട് സൺഡേ സ്കൂൾ മാത്രമല്ല കർത്താവെ, വിവിധ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ഇവിടെ കടന്നു വന്നാൽ കർത്താവെ, ദൈവവചനം അഭ്യസിക്കുവാനും പഠിക്കുവാനും അവരെ പഠിപ്പിക്കുവാൻ ദൈവകൃപയുള്ള അനേക കഴിവുള്ള വ്യക്തികൾ ഈ സഭയിൽ കടന്നു വരുവാനും ഇന്ന് ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ, ആത്മീയ ഗീതങ്ങൾ പാടുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനും ദൈവം സഹായിക്കണമേ. ദൈവകൃപയാൽ നിന്റെ മകനെ നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി ഞങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥിക്കുവാൻ കൃപ നൽകണം. ദൈവവചനം സംസാരിക്കുമ്പോൾ പ്രിയ അധ്യക്ഷന്റെ കർത്താവിന്റെ കൃപയാൽ നിറയ്ക്കുകയും ഞങ്ങൾക്ക് കേൾക്കുവാൻ ആവശ്യമായ ദൈവവചനം നിന്റെ ദാസനെ കൂടി ഞങ്ങൾക്ക് നൽകി തരികയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാരംഭം മുതൽ അവസാനം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തന്നെ നടത്തുവാൻ ദൈവം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തോട് കേൾക്കുമാറാകണമേ. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഈ പ്രഭാതവും ആരാധിപ്പാൻ കർത്താവ് നമുക്ക് തന്ന കൃപയ്ക്കും കരുണയ്ക്കുമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ വരവ് താമസിച്ചതുകൊണ്ട് ഒരു ഉയർപ്പിൻ പ്രഭാതം കൂടെ കടന്നു വന്ന് കർത്താവിനെ ആരാധന അർപ്പിക്കാൻ, ആരാധന ദൈവത്തിന് കൊടുക്കുന്നതാണല്ലോ, നമ്മളെ തന്നെ യാഗമായി സമർപ്പിക്കാൻ ദൈവം ഈ പ്രഭാതവും നമുക്കിടയാക്കുന്നുണ്ട്. നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിരുന്നില്ല. ആമേൻ, സ്തോത്രം. കാരണം ആഴിയും ഊഴിയും നിർമ്മിച്ച നാഥൻ നക്ഷത്രഗോളങ്ങളെയും സൂര്യമണ്ഡലങ്ങളെയും പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും എല്ലാം അവന്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. കർത്താവിനെ ആരാധിപ്പാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഹല്ലേലൂയ. നമ്മളെ നടത്തിയത് ഓർത്താൽ, ഈ രാവിലെ നമ്മളെ എഴുന്നേൽപ്പിച്ചത് ഓർത്താൽ,
നമുക്ക് തന്ന ശ്വാസത്തിനായി, നമുക്ക് തന്ന കാഴ്ചയ്ക്കായി, നമ്മുടെ വനക്കുവാൻ തന്ന ബലത്തിനായി എത്രയോ കാരണങ്ങൾ ദൈവത്തെ ആരാധിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് നൽകിയപ്പോൾ നമ്മൾ ആരാധിക്കണം. ആ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഈ രാവിലെ പാടി സ്തുതിക്കാം. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീരാ. ആരാധനയ്ക്കു യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നീരാ. ആഴിയും കൂടിയും ആഴിയും കൂടിയും
പാടി ദൈവത്തെ സ്തുതിക്കാം. പലകരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനംതോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ അവസാന സ്റ്റാൻസ പറയുന്നത്, മണ്ണോടും മണ്ണു ഞാൻ അമർന്നു പോയാലും എനിക്കൊരു പ്രത്യാശയുണ്ട്. ആമേൻ. എന്റെ അപ്പന്റെ സന്നിധിയിൽ അവൻ എനിക്കായി ഒരുക്കിയ ഒരു ഭവനമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പതറിപ്പോകുമെന്ന് പലപ്പോഴും നാം തോന്നുമ്പോഴും കർത്താവ് പറയുന്ന, മകനെ നീ ഭാരപ്പെടേണ്ട, ഞാൻ നിന്റെ ചാരയുണ്ട്, ഞാൻ നിന്റെ അടുത്തുണ്ട്. നിനക്ക് എന്നെ പലപ്പോഴും കാണുവാൻ കഴിയുന്നില്ല എങ്കിലും എന്റെ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ട്. ഈ രാവിലെ സമയം ഒരിക്കലും ഒരു പാട്ടോടെ പാടി നമ്മളെ ആരാധിക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, കഴിഞ്ഞ കാലങ്ങളിൽ ഭയപ്പെടുന്നതായ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്നാലും നമ്മൾ ഭയപ്പെടാതെ ഉറച്ചു നിന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പാടി സ്തുതിക്കാം. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനംതോറും. പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനംതോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി.
ഹല്ലേലൂയ, ഞാൻ ഉയർക്കും വിൺ ശരീരത്തോടെ. അതാണല്ലോ നമ്മുടെ പ്രത്യാശ. ആമേൻ. കർത്താവ് ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നല്ലോ. ഒരു പാട്ടുകാരന്റെ വരികൾ പ്രകാരമാണ്, ആമേൻ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. ഹല്ലേലൂയ. ഈ പ്രകാരം ആ പാട്ടിന്റെ വരികൾ ഒരു സ്ഥാനം മാത്രം ഞാൻ പാടട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. കഴിവല്ല നിൻ കൃപയാലേ, ബലമല്ല നിൻ ദയയാലേ, കഴിവല്ല നിൻ കൃപയാലേ, ബലമല്ല നിൻ ദയയാലേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. നമ്മുടെ കഴിവല്ല, നമ്മുടെ ഹല്ലേലൂയ ബലമല്ല, അവിടുത്തെ കൃപയും അവിടുത്തെ ദയയും. ഈ രാവിലെ സമയം ആ ദൈവത്തെ സ്തുതിപ്പാൻ, പാടി സ്തുതിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. Praise God. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാം. നാം പാടിയതുപോലെ നമ്മെ ഏത് സാഹചര്യത്തിലും കൈവിടാതെ നമ്മെ കരം പിടിച്ച് അഗ്നിയില് ഇറങ്ങി വന്ന് നാം വെള്ളത്തിൽ കൂടി കടന്നുപോയാൽ കവിയാതെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരുന്ന് നാം ഇതുവരെ എത്തിയത് ആ വലിയ കൃപ കൊണ്ട് ആരാധിക്കുവാനുള്ള സമയമാണ്. കാരണം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ സ്തോത്രം, 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 സ്തോത്രം എന്നുള്ള ആ ഒരു വിധത്തിലല്ല, എല്ലാ പകൽക്കാലം ദൈവത്തിന്റെ വലിയ സംസാരിക്കുവാൻ ആത്മാവിൽ നാം നിറയപ്പെട്ടു തുടങ്ങിപ്പോകുവാൻ നാം രോഗികളായി ഇവിടെ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ ഈ ആരാധനയിൽ വലിയ സൗഖ്യം ദൈവസാന്നിധ്യം നമ്മുടെ മകനിലുണ്ട്. ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഒന്ന് രണ്ട് പേർക്ക് ഈ സമയത്ത് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. സ്തോത്രം, 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 സ്തോത്രം. Praise God. ദൈവമേ, മഹത്വം, 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 സർവശക്തിയെ കർത്താവേ, ഇവിടെ ആലയത്തിൽ ആരാധിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സ്തോത്രം, 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 സ്തോത്രം.
ബഹുമാനത്തോടും കർത്താവേ അവിടുന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ. പ്രാർത്ഥിക്കുന്നു പങ്കച്ചറിയാൽ വീണ്ടും കഴിയുമാറാകണമേ. വിദേശിയോടുകൂടെ കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ അവിടുന്ന് സഹായിക്കുമാറാകണമേ. സർവ്വശക്തിയോഗ്യനായ കർത്താവിനെ സ്തോത്രം 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 ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. അല്പസമയം അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് ഇടപെടുമാറാകണമേ. ഹല്ലേലൂയ കർത്താവേ എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് മാനിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സകലം നടക്കുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കണമേ. വചനത്തിൽ കേൾക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. കർത്താവേ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മകളുടെ പാദപീഠത്തിലെ പ്രാർത്ഥനയുടെ താഴ്ത്തിയേൽപ്പിക്കുന്നു. പ്രാർത്ഥനകളിനായി സ്തോത്രം വേലയ്ക്കായി ജീവൻ കഴിഞ്ഞ കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ നല്ല ദൈവമേ, സർവ്വശക്തനായ യേശുവിന്റെ മഹത്വത്തിലേക്ക് യേശുവിന്റെ പകൽക്കാലം കർത്താവേ നിങ്ങൾ വീണ്ടും ആരാധനയോഗ്യനായ എന്റെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഇടയാക്കി ഒരുക്കുന്ന ഭാഗ്യത്തിനായി നന്ദി അപ്പച്ചാ. അതിനുവേണ്ടി ഒരു ഞായറാഴ്ച മരിച്ചവർക്കും മരുന്നവർക്കും കാക്കുന്ന കർത്താവിനെ സ്തുതിപ്പാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ജീവനുള്ളവരുടെ സാരൂപ്യത്തോട് ആയുസോടിരുന്ന എന്റെ കർത്താവിനെ മകൻ ഭാഗ്യത്തിനെ എത്ര സ്തുതിച്ചാലും മലയാളത്തിലെ കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് വീണ്ടും അടികൾ നോക്കിയ കർത്താവേ, ഹാലയിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, അങ്ങേക്ക് ഹിതമാവുന്ന കർത്താവേ, അങ്ങേക്ക് പ്രസാദമുള്ള ഒരു വഴിപാടി പകൽക്കാലം അർപ്പിപ്പാനിടങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആത്മാവിന്റെ നിറവിൽ കർത്താവേ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഈ പകൽക്കാലങ്ങളെ സഹായിക്കുമാറാകണമേ. അർഹതന രവനഹതനാദരേ ബവ വിളിച്ച ദൈവം വിശ്വസ്തൻ ഉരകരന്തന ഹത്തുനാദൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ ഇന്ന് പകൽക്കാലം ഇവിടെയായിരിക്കുന്ന ആർക്കെങ്കിലും ആ ഉറപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉറച്ചു വിശ്വസിപ്പാൻ വിളിച്ച ദൈവം വിശ്വസ്തൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനെന്ന് ഉറച്ചു വിശ്വസിപ്പാൻ ദൈവമേ ഈ സഹായിക്കണമേ. എന്റെ യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും വാക്ക് പറഞ്ഞാൽ മാറാത്തവനായിരിക്കാൻ അങ്ങയുടെ പ്രസൻസ് ഈ പകൽക്കാലടികളുടെ മധ്യേ ഉള്ളതിനായിട്ട് നന്ദി കിട്ടാവേ. അല്ലെങ്കിൽ പകൽക്കാലത്തെ ആരാധനയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഓരോ ശുശ്രൂഷയും നേതൃത്വം നടത്തുന്ന ഓരോ ദൈവദാസന്മാരെ എന്റെ കർത്താവ് അങ്ങയുടെ അഭിഷേകത്തിൽ പകൽക്കാലം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ദൈവം ഇന്ന് പകൽക്കാലടികളുടെ കൂടിയായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർക്കുന്ന കർത്താവേ, എന്റെ മക്കളൊക്കെ ഞങ്ങളുടെ സന്നി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേലൊക്കെ വലിയ വിടുതലുകളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. അതിനുപരിയായി കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ അടികളെ ഓരോ ജീവിതങ്ങളെ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയത്തായിട്ട് സമർപ്പിക്കുന്നു. വചന ശുശ്രൂഷ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വൻകരം എല്ലാറ്റിന്മേലും ഇരിക്കാൻ നന്ദി. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ തിരുനാമത്തെ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. Let us all stand in the presence of God and read from Psalm 136. ഞാൻ ഇത് വായിക്കുന്ന ഒരു രീതിയിലാണ്. So you only say അവന്റെ ദയ എന്നേക്കും ഉള്ളത്. അന്നവസ്ത്രാദികൾ മകനേ എണ്ണമില്ലാതെ ചൊരിഞ്ഞു നിൻ മകൾ സദത്തിൽ നിന്നെ കൺമണി
അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ. ദൈവാധിദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താധികർത്താവിന് സ്തോത്രം ചെയ്യുവീൻ. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന്, ജ്ഞാനത്തോട് ആകാശങ്ങളെ ഉണ്ടാക്കിയവന്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന്, വലിയ വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന്, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന്, മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന്, അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന്, ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന്, അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന്, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന്, തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന്, മഹാരാജാക്കന്മാരെ സംഹരിച്ചവന്, ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന്, അമോര്യരുടെ രാജാവായ സീഹോനെയും ബാശാൻ രാജാവായ ഓഗിനെയും അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു. തന്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്, നമ്മുടെ വൈരികളുടെ കയ്യിൽ നമ്മെ വിടുവിച്ചവന്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന്, സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. അവന്റെ ദയയെ നമ്മുടെ താഴ്ചയിൽ നമ്മെ Praise you, God. And thank you, Jesus, for your mercy and for your compassion and for your leading in our life. We thank you once again. We give you all praises, glory, and honor to your mighty name. In Jesus' name I pray. Amen. Praise God. You may be seated in the presence of God. നമ്മൾ വായിച്ചതുപോലെ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന അനേക കാര്യങ്ങളിൽ സങ്കീർത്തനം നല്ല നമ്മളെ ബലപ്പെടുത്തുന്ന നമുക്ക് ധൈര്യം നൽകുന്ന അനേക വാക്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സങ്കീർത്തനമാണ്. So today as we sit in the presence of God, നമുക്ക് ഓർക്കാൻ കഴിയുന്ന നമ്മുടെ താഴ്ചയിൽ Praise God. I thank God for His mercy and for His wonderful works in our midst. And actually, today is our 1-year anniversary Sunday worship, and we didn't make a big deal out of it. And but this actually is a 1-year anniversary worship service. And initially we were planning to do something special. Then we decided that until we grow a little bit more, until more people come and join us, and then we will take a time of celebration, a time of thanksgiving. It's not celebration, it's thanksgiving for the work of God. Because it is God's church, and God is the one behind it, with it, and in it. And God is here in our midst today. And I am very delighted to introduce our dear ones in our midst today. Sally Andy is here, and Brother Justin is here, and Sean is here, Chanu is here, and yes, and thank you for coming, Brother Benjamin and Jasmine, they both are here, and Jeffin is here, right? Yes, Jeffin is here. Thank you. And this is a great day, and we are always happy when you come to worship with us. And may God bless you today and make this day a very special blessing in our life. And then I thank all of our regular church members, our founding members,
today as I stand here and remember that the Lord is helping us to celebrate 1 year anniversary. I thank all our founding members to be very loyal and to be very faithful. Even when there were times of being discouraged, like 2-3 people coming, and there were times you could be really discouraged and go to some big churches, but you didn't do that. And I thank you for that. I thank you for staying faithfully in this church and supporting the work of God. I know when you come here, you are supporting me, but you are supporting God. It is God's work. God is the one behind it. God is the one doing the work, and you are supporting God's work. And today I am very delighted that we all are here, and we don't have any birthdays. We recognize the birthdays and anniversaries in our church. We don't have any of those days, and so we are just going to take the offering and move on with our worship. And our preacher today is Brother Justin Emmanuel. He is the one speaking from the Word of God today. And after the offering, Pastor John Thomas will lead us in prayer. And following that, Brother Justin will come and speak to us from the Word of God. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. എല്ലാവരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാവരും ഏകമായി കൂടി
നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ. നിങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, മനോഹരമായ ഈ ദിവസം 10 മണി സമയമായപ്പോൾ ഈ പ്രാർത്ഥനാലയത്തിൽ കൂടി വരുവാൻ കർത്താവ് ഞങ്ങളെ അനുവദിച്ച് സന്തോഷത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ ദൈവം ഞങ്ങളെ കൊണ്ടുവന്നതിനായി ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോയി. ബുധനാഴ്ച രാത്രിയിൽ അന്യോന്യം ഓർത്ത് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് കൂട്ടായ്മ നൽകി തന്നു. അതിനുശേഷം സമർപ്പിക്കുമ്പോൾ ദൈവസന്നിധിയിൽ അന്യോന്യം പേർ ചൊല്ലി പ്രാർത്ഥിപ്പാനും കർത്താവ് നൽകി തന്ന അവസരങ്ങൾക്കായി സ്തോത്രം. വീണ്ടും കർത്താവെ ഇത്രയും സന്തോഷത്തോടെ ഒരുമിച്ച് കണ്ട് കർത്താവിനെ ആരാധിപ്പാൻ ഈ ദിവസവും ദൈവം ഞങ്ങൾക്ക് ദാനം തന്നല്ലോ. ഇന്ന് ഞങ്ങൾ കൂടി വന്ന 10 മണി മുതൽ 10:30 മണി വരെയും തിരുവചനം പഠിക്കുവാൻ, അത് ഞങ്ങളെ പഠിപ്പിക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ശക്തീകരിച്ചുവല്ലോ. സൺഡേ സ്കൂള് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തന്നതിനായി സ്തോത്രം. 10 മുതൽ വിശുദ്ധ ആരാധന പ്രിയ കർത്തദാസൻ പ്രാർത്ഥിച്ച് ആരംഭിച്ചു. ബ്രദർ വിൽസൺ അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ഞങ്ങൾക്ക് അങ്ങയുടെ ദൈവമകനോട് ചേർന്ന് പാടി ദൈവത്തെ ആരാധിപ്പാനും കർത്താവ് കൃപ നൽകിയല്ലോ. തിരുത്തേരിൽ സഭയുടെ ആരാധനയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിപ്പാനും ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി അർപ്പിച്ച സ്തോത്ര വഴിപാട് കർത്താവിന് സുഗ്രാഹ്യമായി തീരണമേ. കരങ്ങളെ നീട്ടിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ. എന്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ഒത്തവണ്ണം തീർത്തു തരുമെന്ന് ചെയ്ത കർത്താവേ, എല്ലാവരുടെയും ആവശ്യങ്ങളെ സ്വർഗ്ഗത്തിലെ ഭണ്ഡാരത്തെ തുറന്ന് ഞങ്ങൾക്ക് നൽകി തന്ന സങ്കീർത്തനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവേ വായിച്ചതുപോലെ എന്റെ താഴ്ചയും എന്നെ ഓർത്തവന് അവരുടെ ഉള്ളത് പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നവരായ ഞങ്ങളെ, ഹല്ലേലൂയ, നാശത്തിന്റെ പടുകുഴിയിൽ കിടന്നതായ ഞങ്ങളെ കർത്താവേ, അങ്ങ് കൈപിടിച്ച് കയറ്റി ഉറപ്പുള്ള പാതയിൽ നിർത്തി ഏത് നേരത്തും കർത്താവേ, അപ്പാപിതാവേ എന്ന് വിളിപ്പാനുള്ളതായ മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകി തന്നതിനായി ഞങ്ങൾ കർത്താവിനെ തുടർന്ന് കർത്താവേ, പ്രിയ ജസ്റ്റിൻ കർത്താവിന്റെ വചനവുമായി അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ മകനെ കർത്താവ് ശക്തീകരിക്കണമേ. കർത്താവ് വചനമയച്ച് സൗഖ്യമാക്കിയെന്ന് ഞങ്ങൾ വായിക്കുന്നല്ലോ. ദാസൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ എല്ലാവരുടെ പേരും പരിശുദ്ധാത്മാവ് അത് കടന്നു വരുമാറാകട്ടെ കർത്താവേ. ആത്മാവിൽ നിറയ്ക്കട്ടെ കർത്താവേ.
വചനം ശുശ്രൂഷിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം ഞങ്ങളുടെ സഭയ്ക്കും കർത്താവ് നൽകി തരുമാറാകണമേ. അവരുടെ ഇടയിൽ ഒരു ബലഹീനരും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ഞങ്ങളുടെ ഇടയിൽ സംഭവിക്കട്ടെ കർത്താവേ. ഇന്നും അങ്ങനെ സംഭവിച്ച് കാണുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ കർത്താവേ. ഈ സഭയിൽ ആരാധിപ്പാൻ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ എല്ലാ വിഷയങ്ങളിലും ആവശ്യങ്ങളിലും കർത്താവ് പ്രവർത്തിക്കണമേ. ഞങ്ങൾ കർത്താവെ അന്യോന്യം വിഷയങ്ങളെ അറിയുന്നില്ലെങ്കിലും സർവജ്ഞനായ ദൈവം എല്ലാവരെയും അറിയുന്നുവല്ലോ. എല്ലാവർക്കും വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ. ഇന്ന് ആരാധനയിൽ കടന്നു വന്നത് നന്നായി എന്ന് പറയുവാൻ കർത്താവ് എല്ലാവർക്കും അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമേ. നന്ദി കർത്താവേ, സ്തോത്രം. ഈ പൊടി ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകരെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ. അനേകരെ കർത്താവ് മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർക്കണമേ. വലിയ അത്ഭുത പ്രവൃത്തികൾ ഈ ദേശത്ത് സംഭവിക്കട്ടെ. ആരാധനയും ശുശ്രൂഷയും ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. പ്രാർത്ഥന കൈക്കൊണ്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്നിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് ചിന്തിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അവസരങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചയായിരുന്നു. തേഴ്സ്ഡേ ഞങ്ങൾ എല്ലാവരും ഗാർലൻഡ് റൗലറ്റിന് വേണ്ടി, സിറ്റികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, വെള്ളിയാഴ്ച അങ്കളുടെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന, ശനിയാഴ്ച അങ്കളുടെ ഭവനത്തിൽ ഒരു പ്രാർത്ഥന, അങ്ങനെ ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വീക്കെൻഡ് ആണ് കടന്നുപോയത്. പക്ഷെ ആശ്ചര്യം എന്ന് പറയട്ടെ, ഇതിലെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു തീം ഉണ്ടായിരുന്നു. എന്താണ് ആ തീം എന്നറിയാമോ? നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് നാം മനസ്സിലാക്കണം. നാം പാടുന്നുണ്ട്, നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നാം ആരാധിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് മനസ്സിലാകുമ്പോഴാണ്, നമ്മൾ ആരെയാണ് ആരാധിക്കുന്നതെന്ന് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് പറയാം, നാം പാടുന്നത് ആരെയാണ്, നാം പ്രാർത്ഥിക്കുന്നത് ആരെയാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പരിഭവങ്ങൾ നാം പലപ്പോഴും പറയാറുണ്ട്. സങ്കടങ്ങളുമായി ദൈവസന്നിധിയിൽ വരാറുണ്ട്, വേദനയുമായി നാം ദൈവസന്നിധിയിൽ വരാറുണ്ട്. പക്ഷെ നാം ആരാധിക്കുന്നത് ആരെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പരിഭവങ്ങൾ നമ്മളെ വിട്ടുമാറിപ്പോകും, ഈ സങ്കടങ്ങൾ നമ്മളെ വിട്ടുമാറിപ്പോകും. അങ്ങള് കഴിഞ്ഞ ദിവസം പറയാനായിട്ടിടയായി, ആരെല്ലാം പ്രാർത്ഥിച്ചില്ലെങ്കിലും, ആരെല്ലാം ആരാധിച്ചില്ലെങ്കിലും ഞാൻ ആരാധിക്കും. ആരൊക്കെ ആരാധിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് ആരാധിക്കാൻ കഴിയുമെന്ന് അങ്കിളിന് പറയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാ? അങ്കിളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട്, ഈ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ട്, രുചിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ട് ആരാധിച്ചില്ലെങ്കിലും നമുക്ക് ആരാധിക്കാനായിട്ട് കഴിയും. അപ്പൊ ദൈവത്തെ അറിയുന്നത് ആർക്കാ? ദൈവത്തോട് അടുത്തിരിക്കുന്നവർക്ക് ദൈവത്തെ അറിയാൻ കഴിയും. അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിൽ നാം നോക്കുമ്പോൾ യേശുവിന്റെ മാർബോട് ചേർന്നിരുന്ന ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. ആരാ? യോഹന്നാൻ. അപ്പൊ യോഹന്നാന് മറ്റുള്ള ശിഷ്യന്മാരെക്കാൾ കൂടുതൽ എന്റെ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ സ്പന്ദനം അറിഞ്ഞിട്ടുള്ളത് കൊണ്ട്, കർത്താവിന്റെ ഹൃദയത്തിന്റെ താളം അറിയുന്നത് കൊണ്ട്, അമേൻ, എന്റെ കർത്താവിനെ ആരാധിച്ചില്ലെങ്കിലും ആരാധിക്കും? യോഹന്നാൻ ആരാധിക്കുമായിരുന്നു. അമേൻ. നമുക്ക് അതുകൊണ്ട് ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് തുടങ്ങാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. ആമേൻ.
സകലവും അവൻ മുഖാന്തരം ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ ഇവിടെ നാം കാണുകയാണ്, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ, ദൈവത്തെ രുചിച്ചറിഞ്ഞ യോഹന്നാൻ ദൈവത്തെ ആരാധിച്ചു വചനത്തിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആമേൻ. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. സാക്ഷാൽ വചനം ദൈവമായിരുന്നു. ആമേൻ. വേദപുസ്തകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഡിഫറെന്റ് ടൈറ്റിൽസ് കാണാം. ആമേൻ. മസിഹായ എന്ന് പറയുന്നുണ്ട്, സൺ ഓഫ് ഗോഡ് എന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്, സൺ ഓഫ് മാൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ യോഹന്നാൻ പറയുകയാണ്, ആമേൻ, ദൈവത്തെ വചനം എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാ, ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ യോഹന്നാൻ ഒന്ന് മനസ്സിലായി, യോഹന്നാൻ ആരാധിക്കുന്ന, യോഹന്നാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം ഇന്നും ഇന്നലെയും ഉണ്ടായ ഒരു ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്. ഞാൻ ആരാധിക്കുന്നത് ആദിയിലേ ഉള്ളവനായ ദൈവത്തെ ആരാധിക്കുന്നത്. മക്കളെ, ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആരാധന നാം അറിയാതെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടും. ആമേൻ. ആദിയിലെ ദൈവം സകലതും സൃഷ്ടിക്കപ്പെടുന്നതിനും എല്ലാം ഉളവാകുന്നതിനും മുൻപേ ഉണ്ടായിരുന്ന ആദിയിലെ ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ആമേൻ. ഈ സഭ സ്ഥാപിച്ചിട്ട് ചില വർഷങ്ങളായിട്ടേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഈ സഭയുടെ ആരംഭത്തിലല്ല ദൈവം ഉണ്ടായത്. അല്ലെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് ഭൂമിയിലേക്ക് വന്നു. പക്ഷെ അപ്പോഴാണോ കർത്താവിന്റെ തുടക്കമല്ല. ഭൂമിയുടെ സ്ഥാപനത്തിനു മുൻപേ ഉളവായ നമ്മുടെ കർത്താവ്. കാലത്തിനോ കാലഗതിക്കോ എന്റെ കർത്താവിനെ ഒരു ബ്രാക്കറ്റിനകത്താക്കാൻ കഴിയത്തില്ല. കാലത്തിനും കാലഗതിക്കും അപ്പുറമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന എന്റെ ദൈവം. എന്നിട്ട് അതിന്റെ താഴത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ 3-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു, സകലതും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പൊ ഒന്നാമത് നാം കണ്ടു, നാം ആരാധിക്കുന്ന ദൈവം ആരാ? ആദിയിലെ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. രണ്ടാമത് ഉളവാക്കുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഉൽപ്പത്തി 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു. അപ്പൊ ഇവിടെ നാം കാണുകയാണ്, the earth was without form and it was void. പാഴായും ശൂന്യവുമായിരുന്ന ഒരു ഭൂമി. അപ്പൊ ഭൂമി എങ്ങനെയായിരുന്നു? പാഴായിരുന്നു, ശൂന്യമായിരുന്നു. കാണാൻ ഭംഗിയില്ലാത്തതും മനോഹാരിതകളും ഒന്നുമില്ലാത്ത ഒന്നായിരുന്നു എന്ത്? ഈ ഭൂമി. പക്ഷെ ഇന്ന് നാം കാണുന്ന ഭൂമി അങ്ങനെയാണോ? എത്ര കവികളാകട്ടെ എത്ര വർണ്ണിച്ചാലും വർണ്ണിച്ചു തീരാൻ കഴിയാത്ത അത്ര മനോഹരമായി ഇന്ന് ഭൂമി കാണപ്പെട്ടത് ആരാ സൃഷ്ടിച്ചേ? ഞാനും നിങ്ങളും ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. അപ്പൊ ഒന്നുമില്ലായ്മയിൽ നിന്ന്, വോയിഡ് ആയിരുന്ന ഒന്നിൽ നിന്ന്, ഫോംലെസ് ആയ ഒന്നിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ആണ് നാം ഇന്ന് കാണുന്ന മനോഹരമായ ഭൂമി സൃഷ്ടിച്ചതാരാ? ഞാനും നിങ്ങളും ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ആമേൻ, ഞാൻ ഇന്നലെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവേ, എന്താണ് ഞാൻ ഇന്ന് സംസാരിക്കേണ്ടത്? ആമേൻ, ഇന്ന് മറ്റു പ്രസംഗങ്ങളൊന്നും, ഇന്നത്തെ വാക്ക് ഞാൻ പറഞ്ഞത് ഒന്നും മനസ്സിലായില്ലെങ്കിലോ ഈ സഭയോട് ദൈവം പറഞ്ഞ ഒരു വാക്കാണ്, ആമേൻ, ഈ 3-ാമത്തെ വാക്യ, സകലതും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ആമേൻ. ശൂന്യതയിൽ നിന്ന് എന്റെ ദൈവം തമ്പുരാന് ഇന്ന് കാണുന്ന ഭൂമിയെ ഇത്ര മനോഹരമായി പണിയാൻ കഴിയുമെങ്കിൽ, ഫോംലെസ് ആയ ഒന്നിൽ നിന്ന്, വോയിഡ് ആയ ഒന്നിൽ നിന്ന് എന്റെ ദൈവം തമ്പുരാന്, ഞാൻ ആരാധിക്കുന്ന എന്റെ കർത്താവിന് ഇത്ര മനോഹരമായി ഭൂമിയെ പണിയാൻ കഴിയുമെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാല സഭയോട് ആലോചന പറയുകയാ, ഈ ഒഴിഞ്ഞിരിക്കുന്ന
ജീവനുള്ളതാക്കി മാറ്റാൻ എന്റെ ദൈവം തമ്പുരാന് പദ്ധതിയുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് സഭയോട് പറയുകയാണ്. മറ്റൊന്നും മനസ്സിലായില്ലെങ്കിൽ ഇന്ന് സഭയ്ക്ക് ദൈവം തന്ന വചനം ഇതാണ്. ആമേൻ. ശൂന്യതകളിൽ നിന്ന് പണിയുന്നവനാണ് എന്റെ ദൈവം. ഇന്ന് നാം കാണുമ്പോൾ ഈ ശൂന്യമായ ചില കസേരകളായിരിക്കും നമ്മുടെ മുൻപിൽ കാണുന്നതെങ്കിൽ ഈ ശൂന്യതകളെ മനോഹരമുള്ളതാക്കി മാറ്റാൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവത്തിന് കഴിയോ? ആമേൻ. സഭയുടെ കാര്യത്തിൽ മാത്രമല്ല, എന്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതത്തിൽ അനേകം ശൂന്യതകളിലൂടെ നാം കടന്നു പോകുന്നുണ്ടല്ലേ. മറ്റാരോടും പറയാൻ കഴിയാത്ത ഒരുപാട് മേഖലകളിൽ ശൂന്യതകൾ അനുഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. നാളെ എങ്ങനെയെന്ന് അറിയാത്തവരാണ് ഞാനും നിങ്ങളും. പലപ്പോഴും ഫോംലെസ് ആയി നമുക്ക് തോന്നും, അല്ലെ? പാഴായി നമുക്ക് തോന്നും. കർത്താവ്, എന്റെ ജീവിതം ഇങ്ങനെ പാഴായി പോയല്ലോ, ഉപയോഗമില്ലാത്തതായി പോയല്ലോ, ശൂന്യമായി പോയല്ലോ, എന്നെ കൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. എന്താ കർത്താവേ എന്റെ ജീവിതം ഇങ്ങനെ പാഴായി പോയേ? ദൈവം പറയുകയാ, മോനെ, പാഴായും ശൂന്യമായും കിടന്ന ഒന്നിനെയാ ഇത്ര മനോഹരമാക്കി ഞാൻ മാറ്റിയതെങ്കിൽ നിന്റെ പാഴായിരിക്കുന്ന അനുഭവങ്ങൾ, നിന്റെ ശൂന്യമായ അനുഭവങ്ങളിൽ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ, ആരാധിക്കാൻ, മുട്ടുമടക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ശൂന്യതകളെ മാറ്റി അവൻ നിന്റെ ഫോംലെസ് ആയ സിറ്റുവേഷൻസിനെ മാറ്റി അവൻ ഭംഗിയുള്ള അവനൊരു മാസ്റ്റർ പീസ് ആക്കി മാറ്റാൻ അവൻ എന്റെ ദൈവത്തിന് കഴിയോ? ദൈവത്തിന്റെ മാസ്റ്റർ പീസസ് ആണ് ഞാൻ. ഒരു കവിയുടെ മാസ്റ്റർ പീസ് ആയ പോയംസ് ഉള്ളതുപോലെ അവൻ എന്റെ ദൈവത്തിന്റെ മാസ്റ്റർ പീസ് ആണ് ഞാൻ. നിങ്ങള് എന്തേ നാം ചെയ്യേണ്ടതുള്ളൂ? ദൈവസന്നിധിയിൽ താഴാൻ തയ്യാറാകണം. നാം ആരാധിക്കുന്ന ദൈവം ആരാ? ആദിയിലെ ദൈവത്തെ നാം ആരാധിക്കുന്നു. ശൂന്യതയിൽ നിന്ന് സകലത്തെയും ഉളവാക്കാൻ കഴിയുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഈ 4-ാമത്തെ വാക്യത്തിൽ വീണ്ടും യോഹന്നാൻ ദൈവത്തെ വർണ്ണിക്കുകയാണ്. അവനിൽ ജീവനുണ്ടായിരുന്നു. ആരെയാണ് നാം ആരാധിക്കുന്നത്? ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നത്. സകല ചരാചരങ്ങൾക്കും ജീവൻ പകർന്ന, ജീവനില്ലാത്തതിലേക്ക് ജീവൻ പകർന്നു കൊടുത്ത ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അവൻ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ഉണ്ടാക്കി അവന്റെ വാക്കിനാൽ അവരെ ജീവൻ പ്രാപിച്ചയച്ചു. അവൻ മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ളതായി മാറിയെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും അവസ്ഥയിൽ മരണതുല്യമായ അവസ്ഥയിലൂടെ അവൻ മരണതുല്യമായി ജീവനില്ലാതെ അവൻ നിർജീവമായ അവസ്ഥയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, ജീവൻ തരുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ആമേൻ. നമ്മളെ കൊല്ലുവാനും അറക്കാനും മുടിപ്പാനും ആരാ വരുന്നത്? ശത്രു വരുമ്പോൾ ആമേൻ, ഒന്ന് നിങ്ങൾ ഓർക്കണം, ഈ മൂക്കിൽ ശ്വാസം ഊതിയതാരാ? എന്റെ യേശുവപ്പച്ചനാണ്. അങ്ങനെയെങ്കിൽ എന്റെ മൂക്കിൽ തന്ന ജീവൻ എന്റെ യേശുവപ്പച്ചൻ തന്നതാണെങ്കിൽ എന്റെ യേശുവപ്പച്ചൻ അനുവദിക്കാതെ എന്നിൽ പകർന്ന ശ്വാസത്തെ എടുക്കുവാൻ ഒരു ശത്രുവിനോ അധികാരമില്ല. ഒരു ശത്രുവിനും അധികാരമില്ല കേട്ടോ. ദൈവം നമ്മളിൽ പകർന്ന ജീവനെ എടുക്കാൻ, ദൈവം നമ്മളിൽ പകർന്ന ശ്വാസത്തെ എടുക്കാൻ അവൻ ഒരു ശത്രുവിനോ അധികാരമില്ല. അവൻ ദൈവം അനുവദിക്കുന്നത് വരെ. അങ്ങനെയെങ്കിൽ ഇന്ന് നാം ജീവനോടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ കർത്താവ് നമ്മുടെ ജീവൻ പകർന്നത് കൊണ്ടാ. അപ്പൊ നമുക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റുമോ ദൈവമക്കളെ? ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? ആരാധിച്ചില്ലെങ്കിലോ ജീവൻ പകരുന്നത് എന്റെ അപ്പനാണെന്ന ബോധ്യം എന്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടെങ്കിൽ, ആരാധിച്ചില്ലെങ്കിലോ ഞാനും നിങ്ങളും ആരാധിക്കാനായിട്ടിടയാകും. അതിന്റെ അടുത്ത വാക്യത്തിൽ കാണുകയാണ്, അവൻ അതേ വാക്യം തന്നെ പറയുകയാ, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു.
ഒരുവന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ആത്മാവ് പകർന്നു കഴിയുമ്പോൾ നിരാശ മാറും കേട്ടോ. ഡിപ്രഷൻസ് മാറും, നിരാശ മാറും, വേദന മാറും, മടുപ്പ് മാറും. ആമേൻ. നമുക്കറിയാം ഇന്ന് പലരും ആത്മഹത്യയുടെ വക്കിൽ പോയി നിൽക്കുക. കാരണം എന്താ? ജീവനില്ല, നിരാശയില്ല, പ്രത്യാശ നഷ്ടപ്പെട്ടു, വെളിച്ചം അവരിലില്ല. ജീവൻ വരുമ്പോഴാണ് അവരുടെ ഹൃദയത്തിൽ വെളിച്ചം പ്രകാശിക്കാനായിട്ട് തുടങ്ങുന്നത്. ആരാ വെളിച്ചം? എന്റെ കർത്താവായ യേശു ക്രിസ്തു. ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരാനിടയാകുന്നത്. ഭൂമി ഉൽപ്പത്തിയിലേക്ക് നമുക്ക് മടങ്ങി പോകാം. ഭൂമി എങ്ങനെയായിരുന്നു? പാടുശൂന്യമായിരുന്നു, അന്ധകാരത്താൽ നിറഞ്ഞതായിരുന്നു എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുന്നു. ആ അന്ധകാരത്തിലേക്ക് വെളിച്ചം പകർന്നത് എന്റെ കർത്താവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാരം നിറഞ്ഞ, ജീവനില്ലാത്ത, വെളിച്ചമില്ലാത്ത, പ്രത്യാശയില്ലാത്ത ഏതനുഭവത്തിലുമായിക്കോട്ടെ ഇന്ന് പകൽ ദൈവസന്നിധിയെ വിട്ടുകൊടുത്ത് ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ നിർജീവമായ അവസ്ഥയിൽ, അന്ധകാരം നിറഞ്ഞ അവസ്ഥയിൽ വെളിച്ചം പകരുവാ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഞാൻ ആരാധിക്കുന്ന എന്റെ ദൈവമാരാ? വെളിച്ചം പകരുന്ന ദൈവമാണ്. പ്രിയദൈവമക്കളെ, ദേശം മുഴുവൻ അന്ധകാരത്തിൽ മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ആരാധന സഭകളിൽ നിന്ന് അന്യം നിന്നുപോയി, ദേശത്ത് നിന്ന് ആരാധന അന്യം നിന്നുപോയി. അന്ധകാര ശക്തികൾ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവസഭ ഉണർന്നിരുന്ന ആത്മാവിൽ മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ അവൻ ദൈവം പറയുക, ഈ പട്ടണത്ത്, ഈ സഭയെ ഒരു വെളിച്ചമാക്കി മാറ്റാൻ എന്റെ കർത്താവിന് കഴിയൂ. ഞാനും നിങ്ങളും ഇന്ന് ചെറുകൂട്ടമായി ഇവിടെ ആരാധിക്കുന്നില്ലേ? നമ്മുടെ ഈ ആരാധന മതി ഈ ദേശത്തിന് വെളിച്ചം പകരാൻ. നമ്മുടെ ഈ ആരാധന മതി ചുറ്റുമുള്ള ജീവിതങ്ങളിൽ, അന്ധകാരങ്ങളിൽ കിടക്കുന്നവർക്ക് വെളിച്ചം പകരാൻ. ഞാനും നിങ്ങളുടെയും ആരാധന മതി. നമ്മുടെ ദൈവം വെളിച്ചം പകരുന്ന ദൈവം. അങ്ങനെ ദൈവത്തിന്റെ ജീവൻ നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ, നാം ദൈവത്തിന്റെ വെളിച്ചമായി മാറിക്കഴിയുമ്പോൾ സഭ എന്തായി മാറും? ഒരു ലൈറ്റ് ഹൗസ് ആയി മാറും. എന്താ ലൈറ്റ് ഹൗസിന്റെ ലക്ഷ്യം? എന്താ അതിന്റെ ഉപയോഗം? ആമേൻ. അനേകർക്ക് പ്രകാശം നൽകുന്ന, ഡയറക്ഷൻസ് കാണിച്ചു കൊടുക്കുന്ന, ഗതിയെ നിയന്ത്രിക്കുന്ന ഒന്നായി സഭ മാറണമെങ്കിൽ നാം എന്തായി മാറണം? ആരാധിക്കുന്നവരായി മാറണം. ഈ പട്ടണത്തെ നയിക്കുന്ന, ഈ സഭ നമ്മുടെ പട്ടണത്തെ നയിക്കുന്ന ഒരു കാലഘട്ടം എത്ര പേർക്ക് ചിന്തിക്കാൻ കഴിയും? ആമേൻ. ഈ സഭ ഈ പട്ടണത്തെ നയിക്കുന്ന കാലഘട്ടം എത്ര പേർക്ക് ചിന്തിക്കാൻ കഴിയും? ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാ. ചുമ്മാ സമയം പാഴാക്കാനല്ല നാം ഇവിടെ ആയിരിക്കുന്നത്. നാം ഇവിടെ ആയിരിക്കുന്നതിന് ഒരു പർപ്പസ് ഉണ്ട്. അതെന്താണെന്നറിയോ? ആമേൻ. ഗതിയെ നിയന്ത്രിക്കുന്നവരായി അമേരിക്കയ്ക്ക് മുൻപ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു പ്രൗഡ്ഫുൾ ടൈം ഉണ്ടായിരുന്നു. അന്ന് എന്തായിരുന്നു അതിന്റെ കാരണം എന്നറിയോ? മോസ്റ്റ് ഓഫ് ദ റിവൈവൽസ് നടന്നത് എവിടെയാ? അമേരിക്കയിൽ നിന്നാ. കാരണം ദൈവസഭയായിരുന്നു രാജ്യത്തെ നിയന്ത്രിച്ചിരുന്നത്. ദൈവസഭ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യും. ആ ട്രെൻഡ് ആയിരുന്നു രാജ്യം പിൻപറ്റിയിരുന്നതെങ്കിൽ ഇന്നത് തിരിഞ്ഞു. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ലോകം ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യും, ആ ട്രെൻഡ് സഭ ഏറ്റെടുക്കും. ഇപ്പൊ ആരാ ട്രെൻഡ് മേക്കേഴ്സ്? പണ്ട് ട്രെൻഡ് മേക്കേഴ്സ് ദൈവസഭയും ദൈവമക്കളുമായിരുന്നെങ്കിൽ ഇന്ന് ട്രെൻഡ് മേക്കേഴ്സ് ലോകമായി കഴിഞ്ഞപ്പോൾ സഭ ലോകത്തിനു പിന്നാലെ പോകാൻ തുടങ്ങി. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ആരാധിക്കുന്നത് ആരെയാണെന്ന് ഞാനും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി വച്ചോ. ദൈവം ഈ സഭയുടെ സ്ഥിതി മാറ്റുമ്പോൾ നമ്മുടെ സഭ ഈ ദേശത്തിന്റെ ട്രെൻഡ് മേക്കേഴ്സ് ആയി മാറും. നാം ഓരോരുത്തരും ഈ ദേശത്തിന്റെ ട്രെൻഡ് മേക്കേഴ്സ് ആയി മാറും. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ താഴേക്ക് എഴുതുകയാണ് അടുത്ത വാക്യത്തിൽ യോഹന്നാൻ വീണ്ടും പറയുകയാ, അവനെ കൈക്കൊണ്ട്
വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കി. ദൈവത്തിന്റെ വെളിച്ചം ഒരുവനിലേക്ക് പ്രകാശിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ശക്തി ഒന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു അന്ധകാര ശക്തിക്ക്, ഒരു ശത്രുവിന് ഈ വെളിച്ചത്തെ കീഴടക്കാൻ കഴിയത്തില്ലെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ഈ ദൈവവചനം നമുക്ക് ഉറപ്പു തരികയാണ്. ഹല്ലേലൂയ. ഈ വചനവുമായി വെളിച്ചവുമായി നാം ചെല്ലാൻ തയ്യാറാണെങ്കിൽ, ഈ വെളിച്ചത്തെ എതിർത്ത് നിൽക്കാൻ ഈ ദേശത്തിന്റെ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല കേട്ടോ. ഈ വെളിച്ചം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ ഒരു അന്ധകാര ശക്തിക്ക്, ഒരു പൈശാചിക ബന്ധനങ്ങൾക്ക്, ഒരു പോരുകൾക്ക് അവൻ നിങ്ങളെ ജയിപ്പാൻ കഴിയത്തില്ല. കാരണം എന്റെ ദൈവം ജയാളിയായ ദൈവമാണ്. മരണത്തിനു പോലും എന്റെ യേശുവിനെ അവൻ അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. അന്ധകാരം ഒന്ന് കല്ലറ മൂടിയപ്പോൾ എല്ലാവരും വിചാരിച്ചു അന്ധകാരം എന്റെ കർത്താവിനെ മുക്കിക്കളഞ്ഞെന്ന്. പക്ഷെ 3-ാം നാളായപ്പോൾ കല്ലറ മാറ്റിയിട്ട്, അന്ധകാരം മാറ്റിയിട്ട് ഒരു വെളിച്ച പ്രകാശമായി, ഒരു റിസറക്ഷൻ പവറോടുകൂടി കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ ഒഴിഞ്ഞ കസേരകൾ കണ്ട് അവൻ അനേകർ പറയുമായിരിക്കും, നിന്റെ കാലഗതി കഴിഞ്ഞു, നിനക്കിനി ഒരു ഭാവി മുന്നോട്ടില്ല. പക്ഷേ 3-ാം നാളാകുമ്പോൾ ആരാധനയുടെ തീ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളിൽ പരിവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും ആരാധിക്കുന്നത് ജയാളിയായ ദൈവത്തെയാണെങ്കിൽ, ഞാൻ ഉറപ്പു തരികയാ, ദൈവവചനം ഉറപ്പു തരികയാ, അന്ധകാര ശക്തികളെ ഭേദിച്ചുകൊണ്ട് നമ്മൾ എന്തിലേക്ക് മാറും? ജീവന്റെ പ്രകാശത്തിലേക്ക് വരുവാനായി കഴിയാണ്. ഹല്ലേലൂയ. ജയാളിയായ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ പരാജയത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, എന്തൊക്കെ ചെയ്താലും പരാജയം, ജയം എവിടെയും കിട്ടുന്നില്ല. എന്താ കർത്താവ്, എന്റെ ജീവിതം ഒരു പരാജയ. മകനെ, നീ ആയിരിക്കുന്ന സ്ഥലം കറക്റ്റ് പ്ലേസാ. ഇവിടെ നിന്ന് ആരാധിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ പരാജയങ്ങളെ മാറ്റിമറിച്ച് ജയം കൊണ്ടുവരുവാൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? ഒന്നാമതായി നാം എന്താ കണ്ടേ? ആദിയിലെ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. 2, ഉളവാക്കുന്ന ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. 3, ജീവൻ പകരുന്ന ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. 4, വെളിച്ചം പകരുന്ന ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. 5, ജയാളിയായ ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ഇനി പറ ദൈവമക്കളെ, ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? ഇനി പറ മക്കളെ, ആരാധിക്കാതിരിക്കാൻ നമുക്ക് പറ്റുമോ? അവൻ അങ്കിൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആരും ആരാധിച്ചില്ലെങ്കിലോ എനിക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ ദൈവം ജീവൻ പകർന്ന ദൈവമാ. മെഡിക്കൽ സയൻസ് പറയുമായിരിക്കും, നിന്റെ കാലഗതി കഴിഞ്ഞെന്ന്, നിനക്ക് ഇത്ര കാലമേ ഉള്ളൂ എന്ന് ഒരു ബ്രാക്കറ്റ് പീരീഡ് ഇടാൻ മെഡിക്കൽ സയൻസിന് കഴിയുമായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത് കാലഗതിക്ക് ഒപ്പമുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. ആദ്യനായ ദൈവത്തെ അവൻ പകർന്നു തന്ന ശ്വാസത്തെ എടുക്കാൻ ഒരു മെഡിക്കൽ സയൻസിന് കഴിയത്തില്ല. അവൻ ജീവൻ പകർന്ന ദൈവത്തിന്റെ സന്നിധി വരുമ്പോ അങ്ങനെ പറഞ്ഞു, ഞാൻ എങ്ങനെ ആരാധിക്കാതിരിക്കും? അന്ധകാരത്തെ മാറ്റിയ ദൈവത്തെ എങ്ങനെ ആരാധിക്കാതിരിക്കും? പ്രത്യാശ ഉള്ളിൽ തന്ന, റിസറക്ഷൻ പവർ ഉള്ളിൽ തന്ന, പരിശുദ്ധാത്മാവിനെ തന്ന, ജീവൻ തന്ന ദൈവത്തെ എങ്ങനെ നാം ആരാധിക്കാതിരിക്കും? വിട്ടുകൊടുത്ത് ആരാധിക്കാൻ സഭയായ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഒന്ന് ഉറപ്പ് തരികയാ. ഈ കസേരകളെ അവൻ ശൂന്യവും ഭാഗമായി കിടക്കുന്ന, നിർജീവമായിരിക്കുന്ന ഈ കസേരകളെ ജീവൻ പകരാൻ, ജീവനങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. രാവിലെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു സഭയുടെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി. അപ്പോൾ
എന്റെ മനസ്സിൽ വന്നൊരു ചിത്രം ഇതാ. അവൻ ദൈവദാസന്മാർ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ജനം ഒന്നടങ്ക കൈ ഉയർത്തി, ഇരിക്കാൻ സ്ഥലമില്ലാത്ത വിധ കൈകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി കരയുന്ന ഒരു ചിത്രമാണ് ഞാൻ കണ്ടത്. പ്രിയ ദൈവമക്കളെ, ആർക്കൊക്കെ ഇത് വിശ്വാസത്തോടെ ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ കഴിയും? കർത്താവേ, ഞങ്ങൾ നട്ടിട്ടുള്ള ഈ വേലയെ പാലിക്കണമേ. വേല നിന്റേതാണ്, ആത്മാക്കൾ നിന്റേതാണ്, ദേശം നിന്റേതാണ്, സഭ നിന്റേതാണ്. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണെങ്കിൽ ഈ നിർജീവമായിരിക്കുന്ന ഈ അസ്ഥികളിലേക്ക് ജീവൻ പകരണമേ എന്ന് പ്രവചിക്കാൻ ആരെല്ലാം തയ്യാറാണ്? നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി ആമേൻ, നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവേ, ഈ നിർജീവമായി കിടക്കുന്ന ഈ ചേതകളിലേക്ക് ജീവിതങ്ങളെ കൊണ്ടുവരണമേ എന്ന് ഉറച്ച നിലവിളിയോടെ പ്രാർത്ഥിക്കാം. ആരെല്ലാം തയ്യാറാണ്? പ്രിയനാമങ്ങളെ, ഇത് ഒന്നാമത്തെ ആനിവേഴ്സറി ആണെങ്കിൽ രണ്ടാമത്തെ ആനിവേഴ്സറി വരുന്നതിന് മുൻപ് ഈ കസേരകൾ നിറഞ്ഞ് ആരാധിക്കുന്നത് ആർക്കൊക്കെ വിശ്വാസക്കല്ലോടെ കാണാൻ കഴിയോ? ദൈവത്തിലുള്ള പ്രവൃത്തി അവൻ ആദ്യനാണെങ്കിൽ അവൻ അന്ത്യവുമാണ്. അവൻ തുടക്കം മാത്രം കുറിക്കുന്ന ദൈവമല്ല, അവൻ അതിനെ വളരുമാറാക്കി അന്ത്യം വരെയും പോറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയോ? അമേൻ. രണ്ട് പാട്ടിനീരടികൾ നമുക്കൊന്ന് പാടാം. അമേൻ. നിങ്ങൾക്ക് അറിയുന്നതാണോ എന്ന് എനിക്കറിയില്ല. വേല നിന്റേത്, ആത്മാക്കൾ നിന്റേത്, നീ നട്ടിട്ടുള്ള ഈ സയ്യെ കർത്താവേ നീ പാലിക്കണമേ. അവൻ ഈ കലച്ചിലോടെ നമുക്ക് ഈ പാട്ടിന്റെ ഈരടികളൊന്ന് പാടാം. കർത്താവേ, വേല നിന്റേത്, വേല നിന്റേത്, ആത്മാക്കൾ നിന്റേത്, നീ നട്ടിട്ടുള്ള കയ്യേടാത പാലിക്കണമേ. വേല നിന്റേത്, ആത്മാക്കൾ നിന്റേത്, നീ നട്ടിട്ടുള്ള കയ്യേടാത പാലിക്കണമേ. വേല നിന്റേത്, ആത്മാക്കൾ നിന്റേത്, നീ നട്ടിട്ടുള്ള കയ്യേടാത പാലിക്കണമേ. നാളുകൾ പ്രവർത്തികൾ എഴുന്നേൽക്കണമേ നിന്റെ ദാസർ മധ്യത്തിൽ. നാളുകൾ കഴിയും മുൻപ് നിൻ പ്രവർത്തികൾ എഴുന്നേൽക്കണമേ നിന്റെ ദാസർ മധ്യത്തിൽ. നാടുന്നവൻ നനയ്ക്കുന്നോ ഏതുമില്ലല്ലോ, വളരും മാറാക്കിയാവൻ സുവരുണ്ടല്ലോ. നാടുന്നവൻ നനയ്ക്കുന്നോ ഏതുമില്ലല്ലോ, വളരുമാറാക്കിയാവൻ സുവരുണ്ടല്ലോ. വേല നിന്റേത്, ആത്മാക്കൾ നിന്റേത്, നീ നട്ടിട്ടുള്ള കയ്യേറാത പാലിക്കണമേ. വേല നിന്റേത്, ആത്മാക്കൾ നിന്റേത്, നീ നട്ടിട്ടുള്ള കയ്യേറാത പാലിക്കണമേ. പ്രിയ ദൈവമക്കളെ, വേല തുടങ്ങിയത് എന്റെ കർത്താവാണെങ്കിൽ, നട്ടത് എന്റെ കർത്താവാണെങ്കിൽ, നാം ഇവിടെ ആരാധിക്കുന്നത് ആരെയാ? ആദിയിലെ ദൈവത്തെ ആരാധിക്കുന്നു, രണ്ട് ഉളവാക്കിയ ദൈവത്തെ ആരാധിക്കുന്നു, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു, വെളിച്ചം പകർന്ന ദൈവത്തെ ആരാധിക്കുന്നു, ജയാളിയായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ആ ബോധ്യത്തോടെ ഇവിടെ കടന്നു വന്ന് ആരാധിപ്പാൻ എന്നെയും നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം കാണിച്ച ദർശനം പോലെ ഈ കസേരകൾ, നിർജീവമായി കിടക്കുന്ന ഈ കസേരകൾ ജീവനുള്ള കസേരകളായി ജീവിതങ്ങൾ കൊണ്ട് നിറഞ്ഞ് ആരാധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നോക്കി പാർക്കാം. ദൈവം നമ്മളെ അതിനായി സഹായിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവസന്നിധിയിലിരിക്കാം, നാം കേൾക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് നമ്മുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ദാസൻ കൂടി സംസാരിക്കപ്പെട്ടത്. ഇന്ന് നാം
ഒന്നാമത്തെ ആനിവേഴ്സറി ആയിട്ട് ദൈവസന്നിധി കടന്നു വന്നു. അങ്ങനെ ഒരു വിളംബരം ഒന്നും ചെയ്തിട്ടല്ല വന്നത്. ഇന്നിവിടെ വചനം സംസാരിക്കാൻ കർത്താവ് ഒരുക്കിയത് ബ്രദർ ജസ്റ്റിനെയാണ്. ഞാൻ നേരത്തെ മുൻകൂട്ടി ചെയ്തതല്ല. That is how God planned it. നാം കേട്ടതുപോലെ നമ്മുടെ ചെറിയ പ്രവർത്തനം അത് ദൈവം ആരംഭിച്ച പ്രവർത്തനം. ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് വളരെ ഒരു അത്ഭുതകരമായ പ്രവൃത്തിയിലൂടെ പരസ്പരം പല സ്ഥലങ്ങളിൽ ഇരുന്ന് അറിയാൻ പാടില്ലാത്ത വ്യക്തികളെ ദൈവം ഒരുമിച്ച് കൂട്ടിവരുത്തി. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ ദൈവം ആരംഭിച്ചു. നമ്മളാരും ആരംഭിച്ചല്ല, ദൈവം ആരംഭിച്ചു. ദൈവം ആരംഭിച്ച പ്രവർത്തനത്തിന് മുൻപാകെ ദൈവം നമ്മെ കൊണ്ടുവന്നു. നമ്മുടെ മധ്യത്തിൽ ദൈവം നമ്മെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നാം ചെറിയ നിരാശകൾ കൊണ്ട് പിന്മാറുവാനൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കേട്ടതുപോലെ അടുത്ത വർഷം നമ്മുടെ 2ാമത്തെ വർഷം വരുമ്പോൾ ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ടാകുമെന്ന് നമ്മുടെ മനസ്സിൽ നമ്മുടെ ആത്മാവിൽ നാം കണ്ട് അതിനുവേണ്ടി നാം പ്രാർത്ഥിച്ച് അതിനുവേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മെ സഹായിക്കും. സഭ വളരും, സഭ അനുഗ്രഹിക്കപ്പെടും. പ്രവൃത്തിയും വിശ്വാസവും കൂടി ഒന്നിക്കുമ്പോൾ മാത്രമേ എന്തെങ്കിലും സംഭവിക്കത്തുള്ളൂ. നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും സംഭവിക്കത്തില്ല. വിശ്വസിച്ച് നാം പ്രവർത്തിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കും. നാം എല്ലാവരും നമ്മൾ കഴിയുന്നിടത്തോളം പ്രവർത്തിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. ഇനിയും ഈ അടുത്ത ഒരു വർഷം നാം ഇവിടെ നമ്മെ തന്നെ ഒരു ആനിവേഴ്സറി എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു സമർപ്പണത്തിന്റെ ഒരു സമയം കൂടിയാണ്. നാം കഴിഞ്ഞ വർഷം ചെയ്യുന്നതൊക്കെ പരാജയപ്പെട്ടൊന്നല്ല. എല്ലാ കാര്യത്തിനും വളർച്ചയുടെ ഒരു പീരീഡ് ഉണ്ട്. നമ്മളൊരു സീഡ് ഒരു മണ്ണിൽ കൊണ്ട് വെച്ച് പിറ്റേന്ന് അത് വളർന്നു വലുതാകത്തില്ല. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ അറിയണം. നമ്മൾ ഒരു നല്ല സഭയാണ് എന്ന് മറ്റുള്ളവർ ഗ്രഹിക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ വിശ്വാസം ഉണ്ടാകണം, ട്രസ്റ്റ് വരണം, നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാകണം. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. ഇറ്റ് വിൽ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് ടൈം. നമ്മൾ അതിന് ഇച്ചിരി പേഷ്യൻസ് ഒക്കെ കാണിക്കണം. നമ്മൾ കുറെ വീര്യത്തോട് പ്രാർത്ഥിക്കണം. നിരാശപ്പെടാൻ പാടില്ല. എന്റെ മനസ്സിൽ ഒരു നിരാശയും ഇതുവരെ വന്നിട്ടില്ല. 2-3 പേരെ ഉണ്ടെങ്കിൽ ഒരു നിരാശ. പക്ഷെ അങ്ങനെ ഇരിക്കുന്നത് നല്ലതല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. But we will grow, and next year, if God gives us another year, when we come back for our 2nd anniversary, there will be guest speakers and others, and there will be a very good time that we will have. ഇന്ന് ഈ നമുക്ക് കേട്ട മെസ്സേജിന് മുൻപാകെയും നമ്മുടെ അടുത്ത വർഷത്തിന്റെ പ്രവർത്തനത്തിന് മുൻപാകെയും നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കും. ഇന്നത്തെ മെസ്സേജിന്റെ ഒരു ആശയം തന്നെ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉണ്ടാക്കി എന്നുള്ളതാണ്. ശൂന്യതയിൽ നിന്നും ഉളവാക്കിയ ദൈവം ഈ സഭയെയും അതുപോലെ ശൂന്യതയിൽ നിന്നും ഉളവാക്കിയതാണ്. നാം അറിയാത്ത നിലകളിൽ കൂടി ഉളവാക്കിയതാണ്. ഇതിനെ വളർത്തുവാനും വലുതാക്കുവാനും ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാം ഒരു പാട്ടിന്റെ ചില അടികൾ പാടും. അതിനുശേഷം നമ്മൾ പ്രിയ അച്ചായൻ പ്രാർത്ഥിക്കും. നമ്മൾ സഭാഗം അവിടെ അവസാനിപ്പിക്കും. Amen.
അനേകർ ഈ ആലയത്തിൽ കടന്നു വന്നു. ഇവിടെ ആയിരുന്നാലും വേറൊരു സ്ഥലത്തോട്ട് മാറിയാൽ ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വന്നു വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരവസ്ഥ ദൈവം ഉളവാക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അത് ദിവസം പറഞ്ഞു പോകുമ്പോൾ ഇതൊരു പവർ ഹൗസ് ആയി തീരട്ടെ. അനേകത്തിന് ജീവൻ പകരുന്ന ഒരു ഭവനം ദൈവത്തിന്റെ ആലയമായി തീരട്ടെ. അനേകർ രോഗം സൗഖ്യം പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്ന ഒരു ആലയമായി തീരട്ടെ. അനേകർ രക്ഷിക്കപ്പെടുന്ന ഒരു ആലയമായി തീരട്ടെ. അനേകർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്ന നമ്മതിനു വേണ്ടി ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കാം. സ്വയം സമൃദ്ധി മത്സരം പ്രിയാച്ചായ സമയത്ത് പ്രാർത്ഥിക്കാം. അപ്പന്റെ പാത വഴിയിലേക്ക് വന്ന സമയം മതി ഇതുവരെ തായോടുണ്ടായ സമയത്തിനായി കുട്ടികളുടെ മക്കൾക്കായ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു. ഈ സഭയെ അനുകരിക്കണമേ. സഭയെ പ്രധാനങ്ങളെ തന്നെ ഭൂമിയുടെ പ്രദേശത്തിൽ ദേശത്തിൽ അതികളെ വിസ്താരപ്പെടുത്തണേ. മക്കൾക്കായ നന്ദിയോടെ സ്വന്തമായ വ്യക്തികളായ എല്ലാവരും ദേശത്തെ അനുഗ്രഹിക്കണമേ. ചുറ്റുപാടുള്ള ദേശങ്ങളെല്ലാം അനുഗ്രഹിക്കണേ. എല്ലാ രോഗികളെ സൗഖ്യമാക്കണേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. തവേ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിയമ രാജ്യത്തെ എല്ലാ കുടുംബങ്ങളെയും പ്രാർത്ഥിക്കുന്നു. വ്യക്തികളായ കുടുംബങ്ങളായ എല്ലാവരും സഹായിക്കണേ. സ്തോത്രം ഞങ്ങളെ സമർപ്പിച്ച്
കേട്ടതിനായി ഈ സർവീസ് കൊടുത്താൽ വലിയ നാമത്തിൽ തന്നെ ആമീൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പ്രത്യേകിച്ച് ഈ സഭയുടെ വളർച്ചയോടും കൂടെ ഇന്നും എന്നേക്കും